ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കിട്ടും. അങ്ങനെ അമ്മ പറയുന്നുണ്ട് എല്ലാവരോടായിട്ട്, ഈ മാസം 18-ാം തീയതി എൻ്റെ പിറന്നാളാണ്. ഈ പ്രാവശ്യത്തെ പിറന്നാൾ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുമ്പോഴേക്കും പ്രതാപനാണെങ്കിൽ അമ്മയടുത്ത് പറയുന്നുണ്ട്, ഇത്രയും എപ്പോഴാന്ന് പോലും അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. ഇപ്പതേ അവള് പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ഗംഭീരമായിട്ട് മക്കളെയും മരുമക്കളെയൊക്കെ വിളിച്ച് ഗംഭീരമായിട്ട് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാൻ പോവാ. 18-ാം തീയതിക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അമ്മേ എന്ന് ചോദിക്കുകയാണ്. എന്ത് പ്രത്യേകത? ഒരു പ്രത്യേകത ഇല്ലടാ, ഇങ്ങനത്തെ ഒരു പാഴ്ജന്മം ഭൂമിയിലേക്ക് ജനിച്ച ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇത് ചിരിക്കാട്ടോ. ശേഷം അകത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും കരുണ നമ്മുടെ ഉണ്ണിയെടുത്ത് പറയുന്നുണ്ട്, അതെ ഉണ്ണിയേട്ട, ഈ മാസം 18-ാം തീയതി അമ്മയുടെ പിറന്നാളാണെന്ന് പറയാണ്. ആഹാ, അത് കൊള്ളാലോ. അതെ, അമ്മ ഈ പ്രാവശ്യത്തെ പിറന്നാൾ എന്തായാലും ആഘോഷിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരെയും വിളിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രാവശ്യത്തെ പിറന്നാളിന് പല സംഭവങ്ങളും നടക്കും ഉണ്ണിയേട്ട എന്നൊക്കെ പറയാട്ടോ കരുണ. അപ്പൊ ഉണ്ണി ചോദിക്കണ്ട, നീ എന്താ കരുണ ഉദ്ദേശിക്കണം ചോദിക്കുമ്പോ, അതൊന്നും ഇപ്പൊ ഉണ്ണിയേട്ടനെ അറിയണ്ട, അതൊക്കെ വഴിയെ ഉണ്ണിയേട്ടന് മനസ്സിലാവും. ഒരു കാര്യം മാത്രം ഉണ്ണിയേട്ടനും എന്റെ അച്ഛനൊക്കെ മനസ്സിലാക്കിയാൽ മതി, ഈ പ്രാവശ്യത്തെ അമ്മയുടെ പിറന്നാള് സാധാരണ ഒരു ദിവസമായിട്ട് പോവില്ല, നമുക്ക് എല്ലാവർക്കും ഓർത്തു വെക്കാൻ പറ്റുന്ന വേറൊരു ദിവസമായിട്ടും കൂടി മാറും എന്നൊക്കെ പറയണം. നീ എന്താ കരുണ ഉദ്ദേശിക്കുന്നത്? ആ ദിവസം നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ നീ അത് എന്നോടും അച്ഛനോടും മുത്തശ്ശിയെടുത്തും കൂടി പറ. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം നിങ്ങൾ ആണുങ്ങളൊക്കെ ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. ഒരു പ്ലാൻ കറക്റ്റ് ആയിട്ട് തയ്യാറാക്കി അത് നിലവിൽ വരുത്താനുള്ള ഒരു കഴിവും നിങ്ങൾക്കില്ല. പക്ഷേ ഈ കരുണ എന്താന്ന് ഞാൻ കാണിച്ചുതരാം. ഈ കരുണയുടെ പ്ലാൻ എന്താണെന്നും അതെങ്ങനെയാണ് ഈ കരുണ നടത്തി കാണിക്കണെന്നുള്ളതും നിങ്ങൾക്ക് ഞാൻ ഈ മാസം 18-ാം തീയതി കാണിച്ചു തന്നിരിക്കും. ദേ, നിന്റെ പ്ലാൻ എന്താണെങ്കിൽ എൻ്റെ അടുത്ത് പറ. വെറുതെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നിന്റെ ചേച്ചിക്കെതിരെയാണ് നീ കളിക്കാൻ പോണത്. നിന്റെ ചേച്ചിക്ക് എന്തൊക്കെയോ ദൈവത്തിന്റെ ഒരു കരുണ, ദൈവത്തിന്റെ ഒരു സാന്നിധ്യം വേണ്ടതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് ഉണ്ണി പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, കുന്തമാണുള്ളത് അവൾക്കൊരു കുന്തവും ഇല്ല. പിന്നെയാണോ ആ അയ്യപ്പ വിഗ്രഹം നിന്റെ ചേച്ചിയുടെ കയ്യിൽ എങ്ങനെ എത്തിയത്? നീ പറ. അത് അവൾ അതുപോലത്തെ വേറെ മേടിച്ചതായിരിക്കും. പിന്നെ അത് ആ വിഗ്രഹം തന്നെയാണ്. അതന്നെയാണ് ഞാൻ പറഞ്ഞത്, നിന്റെ ചേച്ചിക്ക് എന്തൊക്കെയോ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ചേച്ചിയായിട്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും കളിക്കണം. അല്ലെങ്കിൽ തന്നെ നീ തന്നെ ആലോചിച്ച് നോക്ക്, അന്ന് ആ സൺസെറ്റിൽ അവള് കാല് കുത്തുമ്പോൾ അവള് വീഴേണ്ടതായിരുന്നു. പക്ഷെ അവള് കാല് കുത്തിയിട്ട് വീണില്ല. പക്ഷെ മാമൻ കാല് കുത്തിയപ്പോൾ മാമ പടയെന്ന് പറഞ്ഞ് വീണു. അതൊക്കെ നീ കണ്ടതല്ലേ? അതന്നെയാ പറഞ്ഞത്, അവളുടെ അടുത്തുനിന്ന് അപകടം ഒഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അപകടപ്പെടുത്തിയത് ആരാണോ അവർക്കിട്ട് പണി കിട്ടുന്നുണ്ട് എന്ന് ഉണ്ണി പറയുമ്പോഴേക്കും കരുണ പറയണ്ടേ, ഈ പ്രാവശ്യം അതൊന്നും നടക്കില്ല. കാരണം ഈ പ്രാവശ്യം പണി കൊടുക്കാൻ പോണത് ഞാനല്ലേ, നിങ്ങളല്ലല്ലോ. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ പണി ഒരു ഗംഭീര പണി തന്നെയായിരിക്കും. കരുണെ, സൂക്ഷിച്ചും കണ്ടു വേണം ആ പണി നിനക്ക് കിട്ടാതിരിക്കാൻ നീ നോക്കണം. നീ മാത്രമല്ല, ഇപ്പൊ ഒരു കുഞ്ഞും കൂടി നിന്റെ വയറ്റിലുണ്ട്, അതുകൂടി നീ ഓർക്കണം. ഓഹോ, അപ്പൊ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയാണോ ഉണ്ണിക്ക്? കുഞ്ഞിനെ മാത്രമല്ല, നിനക്കും എന്തിനും പറ്റുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്ത് പ്ലാൻ ആണെങ്കിലും എന്നോട് കൂടി ആലോചിച്ചും കണ്ടും ചെയ്താൽ മതിയെന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല. ഈ പ്ലാന്റെ കാര്യം ആരും അറിയാൻ പോകുന്നില്ല. ഇത് വളരെ രഹസ്യമായിട്ടുള്ളൊരു പ്ലാനാണ്. അത് നടന്നു കഴിയുമ്പോൾ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. പിന്നെ നന്നായിട്ട് കരയാനൊക്കെ ഒരു പ്രാക്ടീസ് ഒക്കെ നടത്തിക്കോട്ടോ. കാരണം നന്നായിട്ട് കരയേണ്ടി വരും. 18-ാം തീയതി കേക്കൊക്കെ മുറിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തില്. പിന്നെ ഉച്ച കഴിയുമ്പോഴേക്കും കരച്ചിലോട് കരച്ചിൽ. നമുക്ക് അഭിനയിക്കേണ്ടി വരും. കരയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഒരാള് കരയും. അതാരാന്നറിയാവോ? നിങ്ങളുടെ ഏട്ടൻ കണ്ണൻ എന്ന് പറയാണ്. അപ്പോ നീ മഹാലക്ഷ്മി അടുത്തേക്ക് തന്നെയാണ് എതിരെയാണ് പൊരുതാൻ പോണേല്ലേ? അതെ, എന്റെ ചേച്ചിക്കെതിരെ തന്നെയാണ് ഞാൻ പൊരുതാൻ പോണത്. അവരെ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് അഹങ്കരിക്കണ്ട. നീ അവരെ കൊന്നുകളയാൻ വേണ്ടി വലുതും പോകുവാണോ? മരിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു പണി കിട്ടാൻ പോവാ. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഏട്ടനെ പോലെ അവരും ഇനി വീൽ ചെയറിൽ തുടരും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ മരിച്ചു പോകും. അവർ മരിച്ചു പോയാൽ എന്താ പ്രശ്നം? ആർക്കും ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയണം. അപ്പൊ ഉണ്ണി ഇങ്ങനെ പറയണ്ടേ, എന്ത് ചെയ്യുകയാണെങ്കിലും നോക്കിയും കണ്ടും മാത്രം ചെയ്താൽ മതി. വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നീ അവസാനം അനുഭവിക്കാൻ നിൽക്കരുത്. എന്റെ മനസ്സ് പറയണോ, അവർക്കെതിരെ നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് തന്നെ തിരിച്ചു കൊത്തുവന്ന്. അതുകൊണ്ടാ കരുണ ഞാൻ നിന്നോട് പറഞ്ഞത്, എന്ത് ചെയ്യുകയാണെങ്കിലും ആലോചിച്ചും കണ്ടും മാത്രം ചെയ്യാന്ന്. ശരി, ഞാൻ ആലോചിച്ചും കണ്ടും മാത്രം ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പറ്റിയ പോലത്തെ അബദ്ധമൊന്നും എനിക്ക് പറ്റില്ല. നിങ്ങളല്ല ഈ കരുണ എന്നൊക്കെ പറഞ്ഞ് പുച്ഛത്തോടു കൂടി തന്നെ കരുണ ഉണ്ണിയുടെ അടുത്തുനിന്ന് അങ്ങോട്ട് പോവുകട്ടോ. ഉണ്ണി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളെന്തായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക? എന്തോ ചേച്ചിനെ കൊല്ലുന്ന പ്ലാൻ തന്നെയാണ്. നടന്നാ കൊള്ളാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ കിട്ടാണേക്കോള് കിട്ടണത് ഈശ്വര എന്നൊക്കെ ഉണ്ണി ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന മേഘനാഥനെയാണ്. മേഘനാഥൻ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകട്ടോ. അച്ഛൻ ചികിത്സയ്ക്ക് വേണ്ടി തോമസ് വൈദ്യരുടെ അടുത്തേക്ക് പോകണം എന്ന് പറയാണ്. അതെന്തിനാടാ ആ വൈദ്യരുടെ അടുത്തേക്ക് പോണത്? അവിടെയാണല്ലോ ആ കണ്ണൻ ചികിത്സക്ക് പോയിരിക്കുന്നത്. അച്ഛൻ അവിടെ നിൽക്കണം. അവിടെ നിന്നിട്ട് ആ കണ്ണൻ എന്തെങ്കിലും പുരോഗതി ഉണ്ടോന്ന് അച്ഛൻ നോക്കി കാണണം എന്ന് പറയാണ്. ഓ, അത് നല്ലൊരു ഐഡിയ ആണല്ലോടെ മോനെ എന്ന് പറയാണ്.
അതെ ചേച്ചാ, അച്ഛൻ എന്തായാലും തോമസ് ഡോക്ടറിന്റെ അടുത്ത് തന്നെ ഞാൻ കൊണ്ടുപോകും. ആ വൈദ്യര് നല്ല വൈദ്യരാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവനെ കാലനങ്ങുന്നുണ്ടോ എന്ന് ചെറിയൊരു സംശയം നമ്മുടെ കരുണ പറഞ്ഞു. അത് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാലോ. എങ്കിൽ നീ ഒരു കാര്യം ചെയ്, നാളെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തേക്ക്. ആ വൈദ്യരെങ്കിൽ ആ വൈദ്യരുടെ അടുത്തേക്ക് പോകാം. അവിടെ പോകണത് അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമല്ല, ആ കണ്ണന്റെ കാര്യം കൂടി അറിയാനാണ്. അച്ഛനത് എപ്പോഴും മനസ്സിൽ വെക്കണം കേട്ടോ. ശരിയടാ മോനെ, അവനെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടോ, അവന്റെ കാലനങ്ങുന്നുണ്ടോ, കൈ അനങ്ങുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയം എനിക്കും സംശയമുണ്ട്. ആ മഹാലക്ഷ്മി മാമാവിനും കൂടി ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ അഭിനയിക്കായിരിക്കും. അവനങ്ങനെ അനക്കൊന്നിനുണ്ടെങ്കിൽ നമ്മൾ അവനെ കൊല്ലുമല്ലോ, അത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് രണ്ടും കൂടി നമ്മുടെ മുമ്പിൽ അഭിനയിക്കാനും മതി. എന്തായാലും തോമസ് വൈദ്യരുടെ അടുത്ത് പോകുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്ന് മാമനും പറയാണ്. അപ്പൊ നമ്മുടെ മേഘനാഥൻ പറയണ്ട്, എന്തായാലും നാളെ തന്നെ നമുക്ക് തോമസ് വൈദ്യരുടെ അടുത്തേക്കൊന്ന് പോകണോ വെച്ചാ, അച്ഛന്റെ ഈ പ്രശ്നങ്ങളും മാറുകയും ചെയ്യും, കണ്ണന്റെ പ്രോസസ്സ് നമുക്കറിയാലോ. ശരി എന്ന് അച്ഛനും പറയണം. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കണ്ണന്റെ അടുത്തേക്ക് മാർക്കോ മഹാലക്ഷ്മിയും എല്ലാവരും കൂടി വരുന്നുണ്ട് കേട്ടോ. വന്നതിന് ശേഷം നമ്മുടെ കണ്ണനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കണ്ണനെ പറ്റുന്നില്ല കേട്ടോ. കണ്ണനെ വേദന എടുക്കുന്നുണ്ട്. കണ്ണൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. അപ്പൊ മഹാലക്ഷ്മി പറയണ്ട, കണ്ണേട്ടനെ പറ്റും, തീർച്ചയായിട്ടും പറ്റും, ഒന്ന് ശ്രമിക്കുക കണ്ണേട്ടാ, ശ്രമിക്കുക എന്നൊക്കെ പറയണം. അപ്പൊ ആ കാഴ്ച കണ്ട് വൈദ്യര് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വൈദ്യര് നോക്കുമ്പോഴേക്കും കണ്ണനെ വേദന എടുക്കുന്നുണ്ട്, ഇവര് പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ വൈദ്യർക്ക് ദേഷ്യം വരുവാണ്. വൈദ്യര് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായി കാണിക്കണത് എന്ന് ചോദിക്കുകയാണ്. അതല്ല, ഞങ്ങളൊന്ന് കണ്ണേട്ടനെ എഴുന്നേൽപ്പിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുകയാണ്. വേണ്ട, ഒന്ന് പെട്ടെന്നൊന്നും ചെയ്യരുത്, ആവേശം അപകടം വരുത്തും, അറിയാലോ അല്ലെ, പതുക്കെ പതുക്കെ ചെയ്താൽ മതി, ഞാൻ പറയുമ്പോൾ മാത്രം ചെയ്താൽ മതി, എന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ മാത്രം ഇതൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറയാട്ടോ. സോറി വൈദ്യരെ എന്ന് പറയുന്നുണ്ട്. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ കരുണയും കൂടി ഒരു വൈദ്യരുടെ അടുത്തേക്ക് പോയിരിക്കാട്ടോ. അതായത് നാട്ടുവൈദ്യൻ, അതായത് എന്തൊക്കെയൊക്കെ തക്കിട തരികട കാണിച്ച് ജീവിക്കുന്ന ഒരു വൈദ്യൻ കേട്ടോ. അപ്പൊ അയാളുടെ അടുത്ത് പോയിരിക്കാണ്. വേറെ ഒന്നിനുമല്ല, 18-ാം തീയതി നമ്മുടെ പായസവും കാര്യങ്ങളൊക്കെ വെക്കുമല്ലോ. അപ്പൊ മഹാലക്ഷ്മിക്ക് കൊടുക്കുന്ന പായസത്തിൽ എന്തെങ്കിലുമൊക്കെ പച്ചമരുന്ന് പോലത്തെ വിഷം കലക്കിയിട്ട് അത് മഹാലക്ഷ്മിനെ കൊണ്ട് കുടിപ്പിക്കാനാണ് അവരുടെ പ്ലാന്. അപ്പൊ വൈദ്യര് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുടെ പാലിലോ വെള്ളത്തിലോ ഭക്ഷണത്തിലോ എന്തെങ്കിലും കലക്കി കൊടുത്താൽ മതി, ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ രീതിയിലായിരിക്കും അവരുടെ ആ ഒരു സംഭവം എല്ലാം നടക്കാൻ പോണതും. അവർ ചിലപ്പോൾ തളർന്ന് വീണെന്ന് വരും, ചിലപ്പോൾ മരിച്ചു പോയിന്ന് വരും, ചിലപ്പോൾ ഒരു ഭാഗം തളർന്ന് വീണെന്ന് വരും. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ. കരുണക്ക് ഭയങ്കര സന്തോഷമാവാണ്. ആ മരുന്നായിട്ട് കരുണ വീട്ടിലേക്ക് പോകുകട്ടോ. 18-ാം തീയതി ആവട്ടെ, അവളുടെ ശവമെടുപ്പ് നടത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കരുണ ഇങ്ങനെ കാത്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 18-ാം തീയതി അമ്മയുടെ പിറന്നാൾ മാത്രമല്ല, നമ്മുടെ കരുണക്ക് വലിയ എന്തോ സംഭവിക്കാൻ വേണ്ടി മിക്കവാറും കരുണ തന്നെയായിരിക്കും അത് കുടിക്കുന്നുണ്ടാവുക. അത് കുടിക്കുന്ന കരുണക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് കിട്ടാൻ പോണത്. കരുണ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കുഞ്ഞിന്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ. ആ കുഞ്ഞിനെ മാത്രമല്ല, കരുണക്കും വലിയൊരു അപകടം തന്നെ സംഭവിക്കും. മിക്കവാറും ഒരു ഭാഗം തളർന്ന് കിടക്കാൻ പോണത് നമ്മുടെ കരുണ തന്നെയായിരിക്കും. അത് അങ്ങനെ തന്നെ ആവാനേ വഴിയുള്ളൂ. എന്തായാലും ആ ഭാഗം നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.